ലോക ചരിത്രത്തിൽ തന്നെ വാഹനം ഓടാത്ത ഒരു രാജ്യം. ഒരുപാട് രാജ്യങ്ങളൊക്കെ നമുക്കറിയാം, വാഹനം ഓടാത്ത ഒരു രാജ്യം. മറ്റേത് രാജ്യത്തെ പോലെ വാഹനങ്ങൾ ഓടുന്ന റോഡല്ല ഇവിടെയുള്ളത്. പാലങ്ങളും കടത്തുവള്ളങ്ങളും നടപ്പാതയുമാണ് ഇവിടുത്തെ വഴിയോരങ്ങൾ. 118 ചെറിയ ദ്വീപുകളുടെ ഒരു ശേഖരണമാണ് ഇത്. വെൽക്കം ബാക്ക്. ലോകമെമ്പാടുമുള്ള ഒരു സവിശേഷത നഗരം തന്നെയാണെന്ന് ഇതിനെ നമുക്ക് പറയാം. ഈ നഗരത്തിന്റെ സ്ഥാപിത തീയതി ഔദ്യോഗികമായി അറിയില്ലെങ്കിലും റോമൻ കാലഘട്ടത്തിൽ സ്ഥാപിതമായി എന്നാണ് അറിയപ്പെടുന്നത്. മത്സ്യത്തൊഴിലാളികളും ഉപ്പു വ്യാപാരികളും വസിച്ചിരിക്കുന്ന ഒരു പ്രദേശം. AD 5-ാം നൂറ്റാണ്ടിന്റെ ആദ്യഘട്ടത്തിൽ ഇറ്റലിയുടെ പ്രദേശമായതിനാൽ ഇവിടുത്തെ തടാകങ്ങൾ ഇറ്റാലിയൻ നഗരത്തിലെയും അവിടുത്തെ ആൾക്കാരുടെയും കൂടുതൽ ആകർഷകമാകാൻ തുടങ്ങി. വെനീഷ്യൻ നഗരത്തിന്റെ ഉത്ഭവം തന്നെ വെള്ളത്തിലായിരുന്നു. AD 6-ാം നൂറ്റാണ്ടിൽ അവിടുത്തെ ആക്രമണങ്ങളെ പേടിച്ച് അഭയം പ്രാപിച്ചിരുന്ന ഒരു നഗരം തന്നെ എന്ന് ഇതിനെ പറയാം. തുടക്കത്തിൽ വെനീഷ്യയിൽ ബോട്ടുകാരും ഉപ്പ് വ്യവസായികളും മറ്റുമായിരുന്നു ഇവിടുത്തെ ആൾക്കാർ. സാമ്പത്തിക വരുമാനം എന്ന് പറഞ്ഞാൽ ഉപ്പും മത്സ്യവും മാത്രമായിരുന്നു. എന്നാൽ വെനീസിനെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പ്രത്യേകത കൂടിയുണ്ട്. പഴയകാല രൂപത്തിലുള്ള കെട്ടിടങ്ങളും പൂർണ്ണമായും വെള്ളത്തിൽ നിർമ്മിച്ച ഒരു നഗരം തന്നെ എന്ന് ഇതിനെ പറയാം. കെട്ടിടങ്ങളുടെ നിർമ്മാണവും ഒരു പ്രത്യേകത തന്നെയായിരുന്നു. ചെളിയിൽ കുഴിച്ചിട്ട ഒരു തടി തൂണുകൊണ്ടാണ് ഇവിടുത്തെ നിർമ്മാണവും. ആദ്യം നീളമുള്ള മരത്തണ്ട് ചെളിയിലേക്ക് കടത്തിവിട്ടതിനു ശേഷം പരമാവധി താഴോട്ട് ഉറച്ച നിലം കിട്ടുന്നതുവരെ താഴ്ത്തി ശേഷം മുകളിൽ പലകൾ നിരത്തിയാണ് ചെയ്യുന്നത്. പിന്നീട് ഇതിന്റെ മുകളിൽ മാർബിളുകളോ ഇഷ്ടികകളോ നിരത്തിയാണ് തറ നിർമ്മിച്ചിരിക്കുന്നത്. ഒരു ജലനഗരം തന്നെ ഇതിനെ പറയാം. ഏത് നിമിഷവും എന്ത് സംഭവിക്കും എന്നുള്ള ഒരു രീതിയിലാണ് ഇന്നും അവിടെ ആൾക്കാർ ജീവിക്കുന്നത്. BC 10-ാം നൂറ്റാണ്ടിൽ ഇവിടെ താമസിച്ചിരുന്ന പുരാതന വെനേറ്റി ജനങ്ങളിൽ നിന്നാണ് വെനീസ് എന്ന പേര് ലഭിച്ചിരുന്നു എന്ന് പറയപ്പെടുന്നത്. 21-ാം നൂറ്റാണ്ടിൽ വെനീസ് വളരെ പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രമായി. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ നഗരം എന്ന് തന്നെ ഇതിനെ പറയാം. പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ പ്രതിവർഷം താരതമ്യേന 1.2 മില്ലിമീറ്റർ എന്ന നിരക്കിൽ നഗരം വെള്ളത്തിൽ മുങ്ങിത്താഴുന്നത് തുടരുന്നതായും എന്നാണ് പഠനങ്ങൾ പറയുന്നത്. അടുത്തൊരു വ്യത്യസ്ത വീഡിയോയുമായി അടുത്ത അവസരത്തിൽ വീണ്ടും കാണാം.